കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത് ഈ ധ്യാനമാണ്. നിങ്ങൾ ധ്യാനം കൂടുമ്പോൾ ആ ധ്യാനത്തിലാണ് ഇതിൻ്റെ മെക്കാനിസമൊക്കെ പറയണത്. പല കാര്യങ്ങളും അച്ഛൻ ആൾക്കാരെ വരുമ്പോഴാണ് ഈശോ ഇതെങ്ങനെയാണ് ഉടമ്പടി മൊബിലൈസ് ചെയ്യണമെന്നൊക്കെ പറയണത്. ചില ആൾക്കാരുടെ ഉടമ്പടി കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിൻ്റെ കാര്യം അവർ ധ്യാനം കൂടാത്തത് കൊണ്ട് തന്നെയാണ്. കാര്യം രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നമുക്ക് ഫയറാക്കുന്നത്. ഒന്ന് ഈ ഉടമ്പടിയുടെ പ്രബോധനവും, രണ്ടാമത് ഉടമ്പടി സാക്ഷ്യവും. അതുകൊണ്ടാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ വാച്ച് ചെയ്യണം, മസ്റ്റായിട്ട് ഉടമ്പടി ധ്യാനം കൂടണം. അല്ലെ ചുളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ സാങ്കേതിക കാര്യം. ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിളായിട്ടുള്ള വിഷയമല്ല, അതൊരു സാങ്കേതികമായ വിഷയമാണ്. ഒത്തിരി ടെക്നിക്കാലിറ്റീസ് ഈ ഉടമ്പടിയിലുണ്ട്. അതിൻ്റെ ആ സബ്ജക്റ്റ് വൈസ് അതിൻ്റെ മേജറായിട്ടുള്ള സബ്ജക്റ്റ് മേജറാകുമ്പോൾ അത്രയും അതിന് പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. എന്തുകൊണ്ട് വൈ വി ഷുഡ് ടേക്ക് കവനൻറ്റ് ആൻഡ് ലീഡ് എ കവനൻറ്റ് ലൈഫ്? എന്തുകൊണ്ട് നമ്മൾ കവനൻറ്റ് ദൈവമായിട്ട് ഒരു കവനൻറ്റിൽ ഏർപ്പെടണം, ഒരു ഉടമ്പടിയിൽ ഏർപ്പെടണം. ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് വാട്ട് ഈസ് സ്പെഷ്യൽ വിത്ത് കവനൻറ്റ്? എന്താണ് കവനൻറ്റിൽ വ്യത്യാസമുള്ളത്? കവനൻറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രോമിസസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമുക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള സിംഗിൾ വിൻഡോയാണ് ഈ ബൈബിൾ കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കവനൻ്റിലായിരിക്കുന്നതിൻ്റെ കാരണം വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ രീതി അറിയാമല്ലോ. അതായത് നമ്മളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും നമുക്ക് ഒരു ആവശ്യമാണെങ്കിലേ, നമുക്കിപ്പോൾ തൽക്കാലം ഒരു ആവശ്യമാണുള്ളത്. അത് ആവശ്യം എന്തിൻ്റെ ഒരു സൃഷ്ടിയാണ്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്തിൻ്റെ സൃഷ്ടിയാണ്? പലപ്പോഴും പകുതി മുക്കൻ ആവശ്യങ്ങളും വർത്തമാനകാലത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? പകുതി മുക്കാൽ ആവശ്യങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആവശ്യമാണതില്ല. മനുഷ്യന് ഹ്രസ്വദൃഷ്ടി ആയത് കാരണം മനുഷ്യൻ എപ്പോഴും ഈ ഇന്നത്തെ കാലത്തിന് ഓവർ ഇമ്പോർട്ടൻസ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ എനർജിയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ചിന്ത, ആലോചന, വിചാരം, തീരുമാനം എല്ലാം ഫോക്കസ് ചെയ്യണത് ഈ വർത്തമാന കാലത്തിൻ്റെ ചലഞ്ചസ്, അതിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാവുന്നതാണ്. ബൈബിൾ പക്ഷേ വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികളെ മാത്രമല്ല നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. എന്താ ഈശോ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് ഈ വരാനിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയണത് വർത്തമാന കാര്യങ്ങളല്ല, അത് ഭാവി കാര്യങ്ങളാണ്. ഈ ഭാവി കാര്യങ്ങൾ ഇപ്പം പണ്ട് സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും പിടച്ചതിൽ വീഴണത് ആരാണ്? എപ്പോഴാണ് വീഴണത്?
ഈ മുമ്പ് ആ സൈക്കിളിൻ്റെ മുമ്പിലുള്ള വഴിയിലിട്ട് മാത്രം നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് ഹാൻഡിൽ വെട്ടിപ്പോണത്. അപ്പോൾ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ എന്താ പറയണത്? ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ചവിട്ടാനെന്ന് പറയും, അല്ലേ? ദൂരേക്ക് നോക്കിക്കൊണ്ട് വേണം ചവിട്ടാൻ. ആ സൈക്കിളിന് മാത്രമല്ല, ജീവിതത്തിനും അങ്ങനെയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന നേരെ ഉള്ള കാഴ്ചയാണെങ്കിൽ 8 കിലോമീറ്റർ കാണാമെന്നാണ് പറയണം മനുഷ്യന്. നേരെയുള്ള കാഴ്ച മനുഷ്യൻ്റെ കപ്പാസിറ്റി 8 കിലോമീറ്ററാണ്. അപ്പോൾ പരത്തിനൊക്കെ 40 കിലോമീറ്റർ കാണാമെന്ന് ഓർക്കണം. അതെങ്ങോട്ട് മേഘങ്ങളിൽ നിന്ന് ഒളിച്ചിരുന്നിട്ടാണ് ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ട് പോണത്. ദാറ്റ് മീൻസ് ആ കക്ഷി അവിടെ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കിലോമീറ്റർ മുകളിലാണ് നിൽക്കുന്നത്. ആ സാധനത്തിന് ഈ കോഴിക്കുഞ്ഞിനെ കൃത്യമായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ അപ്ഡേഷൻ ഉണ്ടെങ്കിലും അപ്ഡേഷൻസ് നമ്മൾ വായിക്കുന്നത് മീഡിയയുമായിട്ട് ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് അപ്ഡേഷൻസ് കിട്ടാം. വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം നമുക്കൊരു അപ്ഡേഷൻസ് കിട്ടും. അതനുസരിച്ചാണ് ഈ ആൾക്കാർ മൂവ് ചെയ്യുന്നത് പലപ്പോഴും ഇൻഫർമേഷൻ കൊണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ്റെ ഏറ്റവും വലിയ ഒരു കാലഘട്ടമാണിത്. പക്ഷെ മനുഷ്യനെ നയിക്കാൻ ഈ ഇൻഫർമേഷൻ മാത്രം പോരാ, വളരെ പരിമിതമാണ്. എന്താ കാര്യം? നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ നയിക്കണം, ജീവിതം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി. വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ട് പൂട്ടുമെന്ന് ഒരിക്കലും നമ്മളെ അടുത്ത കാലത്തെങ്ങും ആരും വിചാരിക്കണില്ല. എത്ര പേരുടെ IELTS ആണെന്നറിയാമോ? വെറുതെ ക്യാൻസലായിരിക്കണ വീട്ടിൽ തീർന്നു, ആ കാശും പോയി. ഇനി OET ക്യാൻസലായിരിപ്പുണ്ട്. കാര്യം എന്താണ്? ആ രാജ്യത്തിന് ആളെ വേണ്ട, തീർന്ന്. അപ്പം അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ അവൻ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ ദൈവമായിട്ട് നമുക്ക് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ദൈവത്തിനറിയാമല്ലോ ഈ സാധനം ക്യാൻസലാക്കാൻ പോകണമെന്നുള്ളത്. ഈ B1 B2 ഒക്കെ ഇനിയപ്പോൾ ക്യാൻസലാകും കുറച്ച് കഴിയുമ്പോൾ. ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ രാജ്യമൊന്നുമല്ല. നമ്മളെ ആൾക്കാർ എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അവർക്ക്. നമ്മളെ കേരളക്കാർ മാത്രമല്ലല്ലോ, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ അവിടെ ചെല്ലണത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം ക്യാൻസലാവും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമല്ല പറയണത്, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബാധിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ഒരു 40% വിഷയങ്ങൾ മാത്രമേ വർത്തമാനകാലത്തെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 60% കാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അത് പക്ഷെ നമ്മൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈശോ അതിൻ്റെ പ്രൊവിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്താണ്? ഒന്നൊരു വായിച്ചത് യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്തത് നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം നമ്മളെ അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നത് നമ്മൾക്ക് മെരിറ്റാണ് ലോസ് ചെയ്യണത്. നമ്മുടെ മെരിറ്റ് ലോസ് ചെയ്യും. ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളും എല്ലാ നേട്ടങ്ങളും വരണത് ആൾക്കാരെല്ലാം ഇങ്ങനെ ഒത്തിരിയേറെ ക്രാഷ് കോഴ്സുകൾ, പിന്നെ എഡ്യൂക്കേഷൻ അപ്ഡേഷൻസൊക്കെ എല്ലാം എടുക്കുന്നതിൻ്റെ പിന്നിൽ, പിന്നെ എക്സ്പീരിയൻസൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? അതുകൊണ്ടൊന്ന് നെറ്റ് ഇഫക്റ്റ് എന്താണ്? നമ്മുടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവെ മനുഷ്യൻ കാണുന്ന ഒരു രീതി. മെരിറ്റ് നമ്മുടെ ഒരു ഒരു വിഷയത്തിൽ 6 മാസത്തെ ക്രാഷ് കോഴ്സ് എടുത്തു, നമുക്കവിടെ എക്സ്പീരിയൻസായി എന്ന് പറയുമ്പോൾ നമുക്ക് എലിജിബിളാകുകയാണ്. എക്സ്പീരിയൻസ് ആൻഡ് എലിജിബിലിറ്റി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ബൈബിള് ഈ എലിജിബിലിറ്റിനെ എന്താ വിളിക്കുന്നത്? ബൈബിള് മെരിട്ടെന്ന് വിളിക്കും, അതല്ലേ? എലിജിബിലിറ്റിനെ അർഹത, യോഗ്യത ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ എലിജിബിലിറ്റി
എന്ന് പറയുന്ന വിഷയത്തെ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വേറെയാണ്. എന്താണത്? മെരിറ്റ്, യോഗ്യത എന്ന് പറയും. ഇനി ബൈബിളിനെ നിരീക്ഷിക്കുന്ന രീതികളുണ്ട്. എന്താണ്? മനുഷ്യന്മാർ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും, എത്ര എലിജിബിലിറ്റി ഉള്ളവരായാലും, എലിജിബിലിറ്റി ഉള്ളവരുടെ എണ്ണം കൂടുകയാണെങ്കിൽ വൈ ഷുഡ് യു മസ്റ്റ് ഗെറ്റ് ദാറ്റ് ജോബ്? അതാണ് വിഷയം. അവിടെ ഒരു പ്രശ്നമാണത്. അതൊരു പസ്സിലാണ്. ഈ അർഹതയുള്ളവരുടെ, നീ അർഹതയ്ക്ക് വേണ്ടി തലകുത്തി മറിഞ്ഞ് മറ്റുള്ളവരെക്കാൾ അർഹത നേടി ഒരു കോമ്പറ്റീറ്റീവ് സ്റ്റാറ്റസ് നീ എടുത്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? അവസരങ്ങൾ ചുരുക്കമാണ്. അവസരങ്ങൾ ചുരുക്കമായത് കൊണ്ട് തന്നെ ഇപ്പം 100 സീറ്റ് അല്ലെങ്കിൽ 10 സീറ്റേ ഉള്ളു. അതേസമയം തന്നെ എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ 100 ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 90 പേരും ഔട്ടാകത്തില്ലേ? അപ്പോൾ എലിജിബിലിറ്റി നോൺസെൻസ് ആകത്തില്ലേ? അപ്പോൾ ബൈബിള് ഇതിന് വേറൊരു വാതിലാണ് തുറന്നിരുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ഒരു രീതി, ബൈബിള് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ പെട്ടെന്ന് കൺകർ ചെയ്യാൻ പാടായിരിക്കും. പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ, കാര്യം പഴയ നിയമത്തിൻ്റെ കാലഘട്ടം ക്രിസ്തുവിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പം അതിനകത്ത് ചില സമയത്തൊക്കെ കണ്ണിന് പകരം കണ്ണ് എന്നൊക്കെ ഉള്ള നിലപാടുകൾ എടുക്കും. സർവൈവിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടൈമിൽ അങ്ങനെ വരും. ജീസസ് വന്നപ്പോൾ ഇതെല്ലാം ക്യാൻസലാക്കി കളഞ്ഞു. എന്താ കാര്യം? ദൈവത്തെ പക്ഷം ചേർത്ത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഇമ്മാനുവൽ കോൺസെപ്റ്റാണ് ഈശോ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദൈവം കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അക്രമവും കൊലപാതകവും അങ്ങനെ അതുപോലെയുള്ള അഭ്യാസങ്ങളുമായിട്ട് പോയാൽ ദൈവത്തിന് നമ്മുടെ കൂടെ സഹായിക്കാൻ പറ്റാതെ വരും. ദൈവത്തിൻ്റെ ഒരു ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ ഉള്ള ദൈവത്തിൻ്റെ ഒരു ആന്തരിക അഭിവാഞ്ചം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു ആന്തരിക അഭിവാഞ്ച ദൈവം പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഈശോയെ ഹല്ലേലൂയ, 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 ഈശോയെ ആരാധന, 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 വാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴ, വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ പാട്. വാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴ, വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ കൈകൾ കൂപ്പി കർത്തൃ സന്നിധിയിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവികമായ നിമിഷമാണ്. തീർത്ഥാടനത്തിലിരിക്കുന്ന നിങ്ങളെയും ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരെയും എക്കാലങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവ് ഈ നിമിഷത്തെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് ഏറ്റു പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗിയെ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുമുറുപാർന്ന വരദകരം, അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പിടുതാർന്ന അത്ഭുതകരം, ആണിപ്പിടുതാർന്ന അത്ഭുതകരം, ഞങ്ങളുടെ ശിരസിൽ
വെക്കണമേ. ഞങ്ങളുടെ ശിരസിൽ വെക്കണമേ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ആന്തരിക അവയവങ്ങള്, ആന്തരിക ധമനികള്, പേശികള്, കോശങ്ങള്, അസ്ഥികള്, അസ്ഥിക്കുഴകള്, സൂക്ഷ്മകോശങ്ങള് കർത്താവിന്റെ രക്തത്താൽ നിറയട്ടെ. എല്ലാ സിസ്റ്റുകളും, എല്ലാ മുഴകളും, ക്യാൻസർ രോഗങ്ങള്, മാരക രോഗങ്ങള്, പീഡാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. നാഥാ വരണമേ. മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ. ആമേൻ.